ഡൽഹിയിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രയിലാണ്. ദുരന്തോ എക്സ്പ്രസ്സിലാണ്. ഡൂറണ്ടോ ഡൽഹി ടു കോഴിക്കോട്. വളരെ ഫാസ്റ്റായിക്കൊണ്ടാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് തേർഡ് എ സിയിലാണ്. തേർഡ് എ സി വളരെ നല്ലൊരു മുന്നേറ്റമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വന്നത് വളരെ ദുഷ്കരമായിട്ട് സ്ലീപ്പിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. കാരണം നേരത്തിന് ഫുഡ് കിട്ടുന്നുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. കാശ്മീരിൽ നിന്നും നാട്ടിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ ഉള്ളത്. ഡൽഹി ടു കോഴിക്കോട് ദുരന്തോ എക്സ്പ്രസ്സിലാണ്. ദൂരണ്ടോ തേർഡ് എ സിയിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ മറന്നാലും അവർ മറക്കില്ല. നേരത്തെ വന്ന് എല്ലാം തരുന്നുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പോൾ വന്ന് എല്ലാം റെഡിയാക്കുന്നുണ്ട്. ഇത് ഞാൻ കൊടുക്കും 5-5. കാരണം വന്നത് അത്രയും ഇടങ്ങാറായിട്ടായിരുന്നു. ഓ ഗുഡ്, അടിപൊളി. ചുണ്ടികളോ അമ്പിളിപ്പുണ്ണികളോ. തേർഡ് എ സി എപ്പോഴും ക്ലീനിലാണ്. വളരെ നീറ്റായി ക്ലീൻ ചെയ്ത് അവർ കൊണ്ടുനടക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവർ ഇത് എല്ലാം ചെയ്യുന്നില്ല എന്ന് ഞാൻ ആലോചിക്കുന്നു. അവർക്ക് താല്പര്യമില്ല, അത്ര തന്നെ. എന്തെങ്കിലും കച്ചറ കണ്ട അപ്പം തന്നെ അവർ അത് വൃത്തിയാക്കും. നേരത്തെ ഒരാൾ കംപ്ലൈൻറ്റ് ചെയ്തു, അവരുടെ ശമ്പളം കുറച്ച് കട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എന്താണെന്നറിയില്ല. പക്ഷെ വളരെ നല്ലൊരു സ്വഭാവമാണ്, രീതിയിലാണ് അവർ പെരുമാറുന്നത്. ദാണ്ടി പോയ അണ്ണാനെ പോലെ ഷാവുൽ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് വിദൂരിലേക്ക് കണ്ണുനട്ട് കാത്തിരുന്നിട്ടും. അവയെല്ലാം മടക്കി അടുത്ത ആൾക്കാർക്ക് വേണ്ടി റെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇതന്നെ ഉപയോഗിച്ചും ബാക്കിയുള്ളവർ. ശരിക്കും ഇതൊന്നും നല്ലതല്ല. എൻ്റെ റെയിൽവേ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു സാറന്നെ. ജയമാണ് അതിൻ്റെ ആള്. അപ്പൊ നമ്മളെ 10-12 ദിവസത്തെ കാശ്മീരും ഡൽഹിയും ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് കഴിഞ്ഞ്. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞ് ചെറിയ സങ്കടം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നാട്ടിലെത്തില്ല. നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ചും മടുത്തു, മഞ്ഞ് കൊണ്ട് മടുത്തു, കുറച്ച് ഗൃഹാതുരത്വം നഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇതുവരെ എല്ലാ വീഡിയോയും എൻ്റെ ചാനലായ ട്രാവലിംഗ് ബൈ ജെനിൽ നിങ്ങൾ കാണുന്നതാണ്. ഞാൻ എല്ലാം ഓരോന്നായിട്ടുള്ളതാണ്. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ ഗൈസ്. അപ്പം നീണ്ട 10-12 ദിവസത്തിന് ശേഷം നമ്മൾ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പാളയം ബസ് സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഇവിടെ പേരും ചൂടാണ്, പക്ഷെ അത് നമുക്ക് സഹിച്ചാം. പക്ഷേ കാശ്മീരിലാ തണുപ്പ് സഹിച്ചില്ല. ചുണ്ട കണ്ടില്ലേ, ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മുഖം പൊട്ടി തുടങ്ങും. അപ്പോൾ നമ്മൾ ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു. അടുത്ത ട്രിപ്പുമായി ബൈ.